ഹായ് ഓൾ, വെൽക്കം ടു KS മെൻറ്റർ. അപ്പോൾ എക്സാം ഡേറ്റിംഗ് അടുത്തു അല്ലേ? ആർട്സ്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. 10 മാർക്കോളം ഉണ്ട്. എന്നാൽ പല കുട്ടികൾക്കും ഇത് പഠിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഇപ്പം നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ആർട്സും സ്പോർട്സും കൾച്ചർ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയിരിക്കുന്നതിൽ തന്നെ ഈ സബ്ജക്റ്റുകളിൽ സ്പോർട്സിനും ലിറ്ററേച്ചറിനും ആണ് വെയിറ്റേജ് കൂടുതൽ. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻഡിവിജ്വലി ഓരോ സബ്ജക്റ്റും എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ നോക്കേണ്ടത്, എവിടെയൊക്കെയാണ് റിവൈസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റ് വീതം നോക്കി പോകാം. ആദ്യം തന്നെ കല എന്നാണ് അല്ലേ? ആർട്സിൽ നിന്ന് തുടങ്ങാം. നമുക്കറിയാം നമ്മുടെ സബ്ജക്റ്റിന് 1 തൊട്ട് 2 അല്ലെങ്കിൽ ആ ഒരു 10 മാർക്കിൽ 1 to 2 എന്നുള്ളൊരു റേഷ്യോയിലാണ് ആ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് വീതം, അല്ലെങ്കിൽ അത്രയും വരെയൊക്കെയാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റ് എന്ത് നോക്കണം? നമ്മൾ ഈ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു ഭാഗത്ത് നിന്ന് പെർഫോമിംഗ് ആർട്സ് അല്ലെങ്കിൽ കലകളുടെ ഭാഗത്ത് നിന്ന് ഈ പെർഫോമിംഗ് ആർട്ട് എന്ന് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിൽ ക്ലാസിക്കൽ ഡാൻസസ് ഇൻ കേരള എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരള നടനം കുറേ തവണ ചോദിച്ചിട്ടുള്ളതാണ്. കൂത്ത്, കൂടിയാട്ടം, ഇതിനുപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. കഥകളി, മോഹിനിയാട്ടം നോക്കി തന്നെ പോകുക. അപ്പോൾ ഈ 5 ഡാൻസസ് എന്തായാലും തന്നെ നോക്കി പോകണം. ഇനി ഈ പെർഫോമിംഗ് ആർട്സിൽ ക്ലാസിക്കൽ ഡാൻസസ് ഇൻ കേരള എന്ന് പറയുന്ന ഈ ഭാഗമല്ലാതെ പിന്നെ ചോദിച്ചിട്ടുള്ളത് റിച്വൽ ആർട്ട് ഫോംസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. മുടിയേറ്റ് നോക്കി പോവുക, പടയണി നോക്കുക. മുടിയേറ്റും പടയണിയും എപ്പോഴും ചോദിച്ചു വരുന്നതാണ്. ഈ 2 കലകൾ എന്തായാലും നോക്കി തന്നെ പോവുക. പിന്നെ ഈ കലകൾ ഏതെങ്കിലും ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ പിന്നെയും വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂസിൽ ഈ കലയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ അറിയണം. എങ്കിൽ പോലും സ്റ്റാറ്റിക് ഏരിയയിൽ നിന്ന് ഈ ഒരു ആർട്സ് എന്നുള്ള ഭാഗത്തിൽ നിന്ന് ക്ലാസിക്കൽ ഡാൻസസ് ഇൻ കേരള എന്ന് പറയുന്നത് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ തന്നെ കൂത്ത്, കൂടിയാട്ടം, കഥകളി, മോഹിനിയാട്ടം, കേരള നടനം ഇവയൊക്കെ ഒന്ന് നോക്കി തന്നെ പോവാട്ടോ. ഇതിൻ്റെ ആൾക്കാർ തുള്ളൽ മറക്കരുത് കുഞ്ചൻ നമ്പ്യാറിൻ്റെ ഇത്രയും ഭാഗങ്ങളൊന്ന് നോക്കി പോവുക. പിന്നെ പറയേണ്ടത് റിച്വൽ ആർട്സ്. ഇനി അടുത്തത് ആർട്ടിൽ നിന്ന് കൂടുതൽ ചോദിക്കുന്നത് എന്താ? ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലേ? എന്താണ്? കേരള കലാമണ്ഡലം എപ്പോഴും ചോദിക്കും. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കി പോവുക. ഇപ്പം കലാമണ്ഡലം ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് സൈറ്റിൽ കയറി നോക്കാം. ഇതുവരെ ആ ഭാഗമൊന്നും നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കേരള കലാമണ്ഡലം എന്ന് അടിക്കുമ്പോൾ തന്നെ ആ ഒരു സൈറ്റ് വരും. അതിൽ കയറി എബൌട്ട് അസ് ഒന്ന് നോക്കിയേക്കുക. അപ്പോൾ നമ്മൾ വള്ളത്തോൾ നാരായണ മേനോനെ അതിൽ കാണും ഇല്ലേ? അപ്പോൾ ആ ഒരു ഭാഗം, ആ എബൌട്ട് അസ് ഒന്ന് വായിച്ചു വെച്ചേക്കുക. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം തൊട്ട് എല്ലാം അറിഞ്ഞിരിക്കണം. പിന്നെ ഫോക്ലോർ അക്കാദമി കണ്ണൂരാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. കേരള സംഗീത നാടക അക്കാദമിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ ഇനി നമുക്ക് ഇന്ത്യ ലെവലിലേക്ക് കയറിയ ലളിത് കലാ അക്കാദമി പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ലളിത് കലാ അക്കാദമി, സംഗീത നാടക അക്കാദമി ഇവയൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഈ 5 ഇപ്പം ഞാൻ പറഞ്ഞവ എല്ലാം ഒന്ന് നോക്കി വെച്ചേക്കണം. ഏത് വർഷമാണ്, ഇപ്പം ആര് ചെയർ ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ അറിയണം. ആരെങ്കിലും മാറ്റമുണ്ടോ? ഇപ്പം നമ്മുടെ കേരള കലാമണ്ഡലം എടുക്കുന്ന സമയത്ത് വൈസ് ചാൻസലർ മാറിയ സമയത്ത് ചോദിച്ചിരുന്നു ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. പലരും ഇങ്ങനെ എന്താ പറയുക, ന്യൂസുകളിൽ വന്നു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഹെഡുകൾ, വർഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർട്ട് എന്ന് പറയുന്നതിൽ നോക്കി വെക്കുക. അപ്പോൾ പെർഫോമിംഗ് ആർട്സ് എടുക്കുന്ന സമയത്ത് ക്ലാസിക്കൽ ഡാൻസസ് ഇൻ കേരളയും റിച്വൽ ആർട്ട് ഫോംസും അല്ലെങ്കിൽ അനുഷ്ഠാന കലകൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കുന്ന സമയത്ത് കേരളത്തിലെയും ഇന്ത്യയിലും പ്രസിദ്ധമായി നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇപ്പം ലിസ്റ്റ് ചെയ്ത് പറഞ്ഞവയൊക്കെ ഒന്ന് നോക്കി പോവുക. അടുത്തത് സ്പോർട്സ് ആണ് അല്ലേ? സ്പോർട്സിൻ്റെ വെയിറ്റേജ് ലേശം കൂടുതലാണ്. 3 തൊട്ട് 4 വരെ ചോദിക്കാം. പിന്നെ കുട്ടികൾക്ക് കുറച്ച് ടഫാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ടഫായി ചോദിക്കാൻ PSCക്ക് പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് സ്പോർട്സ് എന്നുള്ളത്. സ്പോർട്സിൽ നന്നായി പഠിച്ചു പോകേണ്ട ഒരു ഭാഗം ഒളിമ്പിക്സ് ആണ്. ഒളിമ്പിക്സിൻ്റെ ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം. ഈ വർഷം എന്താ നടന്നത്? സമ്മർ ഒളിമ്പിക്സ് നടന്നു അല്ലേ? പാരീസ് 2024 സമ്മർ ഒളിമ്പിക്സും പാരാലിമ്പിക്സും നടന്നു. ഇവ രണ്ടും നടന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം. ആരൊക്കെയാണ് മെഡൽ ജേതാക്കൾ? നോക്കി, ഇതുമായി റിലേറ്റ് തന്നെ ഈ ഒരു ഭാഗവും നമുക്ക് കവറപ്പ് ആവും. കാരണം ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ. അപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് സ്വർണം കിട്ടിയവരുടെ ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതുകൂടാതെ ഇപ്പോൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ നാഷണൽ സ്പോർട്സ് അവാർഡ്സ്, ഖേൽരത്ന പോലെയുള്ള അവാർഡുകളിൽ ജേതാക്കൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടവർക്ക് വന്നിട്ടുണ്ട്. അർജുന അവാർഡും ഒക്കെ
കൊടുത്തിട്ടുണ്ട്, ഖേൽരത്ന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഒളിമ്പിക്സ് പഠിക്കുമ്പം തന്നെ അവരുടെ ഇനങ്ങൾ നന്നായി തന്നെ നോക്കി അവർക്ക് ഏത് മെഡലാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം കഴിഞ്ഞ 10th 12th ഒക്കെ നോക്കുന്ന സമയത്ത് ഒളിമ്പിക്സിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ സമ്മർ ഒളിമ്പിക്സും പാരാലിമ്പിക്സും അതിൽ ആരൊക്കെ വിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഹിസ്റ്ററിയും കൂടി ഒന്ന് നോക്കി വെച്ചേക്കുക. ഇനി സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആക്കണമെങ്കിൽ പോലും നമ്മൾ ഹിസ്റ്ററി ഒന്ന് അറിഞ്ഞിരുന്നാൽ നമുക്കത് എലിമിനേറ്റ് ചെയ്ത് ആ ആൻസറിലേക്ക് എത്താം. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ദേശീയ ഗെയിംസ് അല്ലെങ്കിൽ നാഷണൽ ഗെയിംസ് ആണ്. ഈ ഇടയ്ക്കാണ് തീർന്നത് അല്ലേ? ഉത്തരാഖണ്ഡിലാണ് അടുത്ത ആ ഒരു വേദി. ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് വേദികൾ ചോദിക്കുന്ന ഒരു പാറ്റേൺ നമ്മൾ നന്നായി കാണുന്നുണ്ട്. അപ്പം നാഷണൽ ഗെയിംസ് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. കേരളത്തിന് എത്രയായിരുന്നു മെഡൽ നേട്ടം, എത്രയായിരുന്നു റാങ്ക്, കാരണം അത് ചർച്ചയായിട്ടുള്ളതായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം. അടുത്തത് എവിടെയാണ് ഇപ്പോൾ നടന്നത്, ഇതിന് മുൻപേ ഉള്ള വെന്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നാഷണൽ ഗെയിംസിൽ നോക്കി തന്നെ പോകണം. ഇത് കൂടാതെ കുറച്ച് സ്റ്റാറ്റിക് ഏരിയകളുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു തവണ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അത് റിവൈസ് ചെയ്ത് തന്നെ പോകണം. അതെന്തൊക്കെയാണ്? പ്രധാന ട്രോഫികൾ എന്താണ് ഡേവിസ് കപ്പ്, ഇങ്ങനെ തോമസ് കപ്പ്, അങ്ങനെ പറയുന്ന പല കപ്പുകളുണ്ട്. ആ ഭാഗം ഇവിടെ കവറപ്പ് ചെയ്യുക നോക്കിയിട്ടുണ്ടെങ്കിൽ. എങ്കിൽ പോലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഫേസിലാണ് അല്ലെങ്കിൽ ഈ ഫേസിലാണെങ്കിൽ പോലും ഒരു 3 മണിക്കൂറൊക്കെ എടുത്താൽ നിങ്ങൾക്ക് എന്താണ് പ്രധാന ട്രോഫികൾ അല്ലെങ്കിൽ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം അതൊക്കെ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ആ ഭാഗങ്ങളൊക്കെ ഒന്ന് എഫേർട്ട് ഇട്ട് പഠിച്ചാൽ എന്താണ് കഴിഞ്ഞ തവണയൊക്കെ 1 മാർക്ക് ചോദിച്ചതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു 3 മണിക്കൂർ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്, കുറച്ച് കോഡൊക്കെ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റും എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ടൈം ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്ക്. പ്രധാന ട്രോഫികളും കായിക ഇനങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, പിന്നെ ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, ഇതൊക്കെ വളരെ ഫാക്ച്വൽ ആണ്. അപ്പോൾ മിസ് ചെയ്ത് ഫാക്ച്വൽ അല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരു തവണ എഫേർട്ട് ഇട്ടാൽ പറ്റുന്നതായിട്ടുള്ള കാര്യമേ ഉള്ളൂ. ഇപ്പം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും റിവൈസ് ചെയ്യാതെ പോകരുത്. ആ ഒരു മാർക്ക് നമുക്ക് അവിടെ കിട്ടും. കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, പക്ഷേ കിട്ടും എന്നുള്ളതിൽ ആ ഒരു ഉറപ്പ് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങൾ റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്നോ 2 മണിക്കൂർ എടുത്ത് ഒന്ന് നോക്കി നമുക്ക് കിട്ടാതിരിക്കില്ല. ഒന്ന് കോഡൊക്കെ ഉണ്ടാക്കി ഒന്ന് പഠിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നാഷണൽ സ്പോർട്സ് അവാർഡ്സ് ആണ്. നാഷണൽ സ്പോർട്സ് അവാർഡ്സും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്രാവശ്യം 4 പേർക്കാണ് ഖേൽരത്ന കിട്ടിയത്. അർജുന അവാർഡിൽ മലയാളികൾക്ക് ആർക്കെങ്കിലും കിട്ടിയോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്ത് പഠിക്കുക. ഇത് കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ചെസ് ഒളിമ്പ്യാഡിനെ കുറിച്ചാണ് കേട്ടോ. സ്പോർട്സ് വരുന്ന സമയത്ത് മേജർ ഇവൻറ്റുകളെ കുറിച്ച് ചോദിക്കും. നിങ്ങൾക്കറിയാം ചെസ് ഒളിമ്പ്യാഡിൽ ഇപ്രാവശ്യം ഇന്ത്യ ജയിച്ചിട്ടുണ്ട് 2 കാറ്റഗറിയിലും. ഇത് കൂടാതെ ചെസ്സുമായി റിലേറ്റ് ടേംസും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കപ്പ് അങ്ങനെയൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം. പിന്നെ യങ്ങസ്റ്റ് ആയിട്ടുള്ള ഗുകേഷ് വിൻ ചെയ്തു എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പം കഴിഞ്ഞ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് ഗുകേഷിന്റെ ഒപ്പണന്റ് ആരാണെന്നാണ് ചോദിച്ചത്. കഴിഞ്ഞ തവണയും PSC അത് 10th 12th ലെവലിലും ചോദിച്ചു കണ്ടിരുന്നു. അപ്പോൾ ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ചെസ് ഒളിമ്പ്യാഡും ചെസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ന്യൂസിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, ഇന്ത്യയുമായി റിലേറ്റ് ചെയ്തത്. അപ്പോൾ കായികം ഇങ്ങനെ തന്നെ പോട്ടെ. എന്താണ് കൂടുതൽ പ്രിഫറൻസ് അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റേജ് കൊടുക്കേണ്ടത് ഒളിമ്പിക്സ് നന്നായി തന്നെ പഠിച്ചു പോകണം, നാഷണൽ ഗെയിംസും നന്നായി തന്നെ നോക്കുക. അവാർഡുകൾ, നാഷണൽ സ്പോർട്സ് അവാർഡ് മലയാളികൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കി പോവുക. ഇനി നോക്കേണ്ടത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ, പ്രധാന ട്രോഫികൾ, കായിക ഇനങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, ഇവയൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ റിവൈസ് ചെയ്യാതെ പോകരുത്. പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് സമയം അതിനെ നീക്കി വെച്ചിട്ടൊന്ന് പഠിച്ചെടുക്കുക. ലാസ്റ്റ് മിനിറ്റ് ചിലപ്പോൾ പഠിക്കുമ്പോൾ അത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്ന് എഫേർട്ട് ഇടുക. അഥവാ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഒളിമ്പിക്സ് ഒന്നും നോക്കാതെ പോവുകയേ ചെയ്യരുത് കേട്ടോ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സാഹിത്യമാണ്. സ്പോർട്സ് പോലെ തന്നെ നമ്മൾ വെയിറ്റേജ് കൊടുക്കുന്ന ഒരു ഭാഗമാണ് ലിറ്ററേച്ചർ എന്നുള്ളത്. ഇതിൽ ഞാൻ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ജ്ഞാനപീഠം നേടിയ മലയാളികൾ. എന്തുകൊണ്ടാണ് പറയുന്നത്? MT മരണപ്പെട്ടു. MT December 25th 2024 അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് എന്താണ് പത്മവിഭൂഷൺ അത് കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം പത്മ അവാർഡുകൾ നമ്മൾ എന്താണ് അടുത്ത പോർഷൻ എന്ന് പറയുന്നത് സംസ്കാരം അല്ലെങ്കിൽ കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൻ്റെ ഒക്കെ താഴെ എന്താണ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു റിലവൻറ്റ് ടോപ്പിക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പം പത്മ അവാർഡുകളിൽ ചോദിക്കാം, എന്താണ് സാഹിത്യവുമായി ബന്ധപ്പെട്ടും ചോദിക്കാം. കാരണം MT മരണപ്പെട്ടു. നിങ്ങൾ MTയുടെ ഒരു
360 ഡിഗ്രിയിൽ അദ്ദേഹം ഒരു എഴുത്തുകാരൻ മാത്രമല്ല എന്നുള്ളത് നമുക്കറിയാം. സിനിമ, അങ്ങനെ സ്ക്രീൻ പ്ലേ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം. ഒന്ന് വിക്കിപീഡിയയിൽ നോക്കി പഠിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഴ്സുകൾ ഉണ്ടെങ്കിൽ MTയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഇപ്പം കേരള ജ്യോതി അവാർഡ് ആദ്യമായി അദ്ദേഹത്തിനാണ് കിട്ടിയിട്ടുള്ളത്. PSC ഇത് മുൻപും ചോദിച്ചിട്ടുണ്ട് 2022 ആർക്ക് ലഭിച്ചു എന്നുള്ളത്. ഇനി പത്മവിഭൂഷൺ കൊടുത്തിട്ടുണ്ട്, പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടല്ലേ. പിന്നെ ഇപ്പം എന്താണ് സാഹിത്യം എടുക്കുകയാണെങ്കിൽ എഴുത്തച്ഛൻ പുരസ്കാരം, ഇഷ്ടംപോലെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വേറെ പറയാനുള്ളത് എന്താണ്? അദ്ദേഹത്തിന്റെ കൃതികൾ, ആ കൃതികളിലെ കഥാപാത്രം, ഇപ്പം ഡിവിഷണൽ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ 4 കൃതികളും അതുമായി ബന്ധപ്പെട്ട കഥാപാത്രവും ചോദിച്ച് കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികൾ, ഇനി അദ്ദേഹത്തിന്റെ സിനിമകൾ, എന്തെങ്കിലും നാഷണൽ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ആ ഒരു പോർഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ തന്നെ പറയുന്നുണ്ട് മലയാള സിനിമയുടെ ഉദ്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ. അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും MTയുടെ കാര്യങ്ങൾ. അപ്പം കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ചോദിക്കാനുള്ള ചാൻസ്, സിനിമയുമായി റിലേറ്റ് ചെയ്തും അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് നോക്കി വെച്ചേക്കുക. അപ്പൊ ജ്ഞാനപീഠം എല്ലാവരെയും അറിഞ്ഞിരിക്കുക. അവരുടെ വർഷങ്ങൾ ഏത് വർഷമാണ് കിട്ടുന്നതെന്നുള്ള ബേസിക് ഐഡിയ നിങ്ങൾക്ക് വേണം. MT വരുന്ന സമയത്ത് നന്നായി തന്നെ MTയുടെ കൃതികൾ, ആദ്യ കൃതി ഏതാണ്, അദ്ദേഹത്തിന്റെ സിനിമ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകൾ, അത് സിനിമയുമായി ബന്ധപ്പെട്ട് നാഷണൽ അവാർഡ് വരെ ലഭിച്ചിട്ടുണ്ട്, അത് കൂടാതെ സ്റ്റേറ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ കവർ ചെയ്ത് തന്നെ പഠിക്കുക. ജ്ഞാനപീഠം നോക്കാതെ പോകരുത്. ഇനി മലയാള സിനിമയുടെ ഉദ്ഭവവുമായി ബന്ധപ്പെട്ട് MT ഇവിടെയും റിലേറ്റ് ചെയ്യണം. പിന്നെ ഷാജി N കരുൺ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ അദ്ദേഹം വളരെ ഫേമസ് ആയ ഡയറക്ടർ അന്തരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ സിനിമയുമായി ബന്ധപ്പെട്ട് JC ഡാനിയൽ പുരസ്കാരങ്ങൾ, നാഷണൽ അവാർഡുകൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ബെസ്റ്റ് ഫീച്ചർ ഫിലിം കഴിഞ്ഞ തവണ നാഷണൽ ആ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ആട്ടത്തിന് ലഭിച്ചിരുന്നു. അത് മെയിൻസിലും എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇനിയും അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് നോക്കിപ്പോയേക്കണം. സിനിമ വരുന്ന സമയത്ത് ആ ഒരു അരവിന്ദൻ, P ഭാസ്കരൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ എല്ലാം സിനിമകൾ, അതൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്ത് എളുപ്പമൊന്ന് നോക്കി വെച്ചേക്കണം. ഇനി പ്രധാന അവാർഡുകൾ, ബഹുമതികളിൽ എഴുത്തച്ഛൻ പുരസ്കാരം നോക്കി തന്നെ പോകണം. വയലാർ അവാർഡ്, ജ്ഞാനപ്പാന, ഇതൊക്കെ പലപ്പോഴും പിന്നെയും ചോദിച്ചു കാണുന്നതാണ്. അപ്പൊ തകഴി സാഹിത്യ പുരസ്കാരം, ഇതെല്ലാം ഒന്ന് നോക്കിപ്പോയേക്കണേ. തകഴി സാഹിത്യ പുരസ്കാരം ഒക്കെ ചോദിച്ചിട്ടുണ്ട്, എഴുത്തച്ഛൻ പുരസ്കാരം ചോദിച്ചിട്ടുണ്ട്. ആർക്കാണ് ഇപ്രാവശ്യം ലഭിച്ചത് എന്നുള്ളത് അറിയണം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ചോദിച്ചിട്ടുണ്ട്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ബേസിക് ആയിട്ട് ഇത്രയെങ്കിലും അവാർഡുകൾ ഒന്ന് നോക്കിപ്പോയേക്കണം. പറഞ്ഞതുപോലെ എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ മിക്കവാറും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗം ഒന്ന് കവർ ചെയ്ത് പോവുക. പിന്നെ നിങ്ങൾ ഒന്ന് എളുപ്പം നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഈ സ്പോർട്സിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊരു കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ അപരനാമങ്ങൾ അല്ലെങ്കിൽ തൂലികാ നാമങ്ങൾ എന്നുള്ളത്. ഇത് പലപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. PSCക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ്. കാരണം കുട്ടികൾ തെറ്റിക്കാം, അല്ലെങ്കിൽ കുട്ടികൾ വിടുന്ന ഭാഗം എന്നുള്ള ഒരു രീതിയിൽ. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട്, അല്ലെങ്കിൽ റിവൈസ് ചെയ്യാൻ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ അപരനാമങ്ങൾ, തൂലിക നാമങ്ങൾ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് എളുപ്പം നോക്കി പോവുക. എന്തെങ്കിലുമൊക്കെ കോഡ് വെച്ചിട്ട് ഒന്ന് പഠിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാഹിത്യത്തിൽ പറയാനുള്ളത്. പത്രപ്രവർത്തനവും ജസ്റ്റ് ഐഡിയ വേണം. ആദ്യമേ രാജ്യസമാചാരമായിരുന്നു, അത് കഴിഞ്ഞ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്നുള്ള ഒരു ഐഡിയ, അതിൻ്റെ ഒരു വർഷങ്ങൾ, അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ റിവൈസ് ചെയ്യുക. ഇല്ലെങ്കിൽ ജ്ഞാനപീഠവും MTയും മറക്കരുത്. സിനിമയുടെ ഭാഗം വരുന്ന സമയത്ത് സിനിമയുമായി ബന്ധപ്പെട്ട പഴയകാല ഡയറക്ടേഴ്സ്, അതൊക്കെ നിങ്ങൾക്ക് നോട്ടുണ്ട്, അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ കിട്ടും. അതൊന്ന് ജസ്റ്റ് വായിച്ചു പോവുക. പിന്നെ തൂലികാ നാമങ്ങൾ, ഇങ്ങനെയുള്ള പ്രശസ്തരായ വ്യക്തികൾ എന്തെങ്കിലുമൊക്കെ ന്യൂസിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി പോവുക കേട്ടോ. അങ്ങനെ ലിറ്ററേച്ചർ ഇത്തിരി വലിയൊരു ഏരിയ ആണ്. പക്ഷെ ഫോക്കസ് ചെയ്ത് ജ്ഞാനപീഠവും സിനിമയും പിന്നെ നിക്നെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവുക. പത്രപ്രവർത്തനത്തിന്റെ ഭാഗം നിങ്ങൾക്ക് നോട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത്രയും ഭാഗങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഈ വിളിപ്പേര്, ഇപ്പോൾ കേരള, ചൗസർ, ഇങ്ങനെയുള്ള വിളിപ്പേരുകളൊക്കെ പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അപരനാമങ്ങൾ അങ്ങനെയുള്ള ഭാഗമൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. മാക്സിമം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്ത് തന്നെ എക്സാം ഹാളിലേക്ക് പോവുക. അടുത്തത് കൾച്ചർ എന്ന് പറയുന്ന ഭാഗമാണ്. ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ അളവ് വളരെ കുറവാണ്. ഒരു മാർക്കൊക്കെയാണ് ചോദിക്കുക, അല്ലെങ്കിൽ 1 തൊട്ട് 2. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നോക്കാന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ തവണയൊക്കെ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം പൈൻകുനി എന്ന് പറയുന്നത് ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടെന്നുള്ളൊരു ചോദ്യം വരാം. അതിപ്പോൾ നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രം. അങ്ങനെ
ഓരോ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചടങ്ങുകൾ ചോദിക്കുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് നോട്ട് ഉണ്ടെങ്കിൽ അത് നോക്കുക. ഇല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഇപ്പം ഹിന്ദു ഫെസ്റ്റിവൽസിനോ അല്ല ഹിന്ദു ടെമ്പിൾസിനോ അങ്ങനെ എന്തെങ്കിലും അടിക്കുമ്പോഴത്തേക്കും കുറേ ക്ഷേത്രങ്ങൾ വരും. അപ്പോൾ ആ ക്ഷേത്രങ്ങൾ ഇപ്പം പൈൻകുണി എവിടെയാണ് നടക്കുന്നത്? പത്മനാഭസ്വാമി ക്ഷേത്രം. അങ്ങനെ ഇപ്പം അങ്ങനെ ഒന്ന് നോക്കി ഒന്ന് വെച്ചേക്കുക. പിന്നെ ചോദിക്കുന്നത് ബോട്ട് റേസസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ബോട്ട് റേസസ് നന്നായി തന്നെ നോക്കി പോവുക. നെഹ്റു ട്രോഫി വള്ളംകളിയും പ്രസിഡന്റ് ട്രോഫിയും പിന്നെ ആറന്മുള ആ ഒരു ഉത്രട്ടാതി വള്ളംകളി ഉണ്ടല്ലോ, ഇത് മൂന്നും ഒന്ന് നോക്കി പോവാ. ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? കാരണം കഴിഞ്ഞ ഒരു 10th 12th ലെവൽ എടുത്ത് വെച്ച് നോക്കുന്ന സമയത്ത് എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഈവൻ നെഹ്റു ട്രോഫിയുടെ ഒരു മസ്കോട്ട് ഉണ്ടായിരുന്നു, അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആർക്കാ കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് കായലിലാണ് ഇത് നടക്കുന്നത്, ഏത് ലേക്കുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മൂന്നാമത് കൾച്ചറിൽ നോക്കേണ്ടതായിട്ടുള്ളത് എന്താണ്? കൾച്ചറൽ അവാർഡുകളാണ്. പത്മ അവാർഡുകൾ ആർക്കാണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് ചോദിക്കാം. പിന്നെ എന്താണ്, നമ്മുടെ കേരള സ്റ്റേറ്റ് അവാർഡുകൾ ഉണ്ട് അല്ലേ? ഇപ്പം ഞാൻ മുൻപേ പറഞ്ഞ കേരള ജ്യോതി, പ്രഭാശ്രീ. ഇപ്പം ജ്യോതി ആദ്യമേ ലഭിച്ചത് MT ആയിട്ട് അതിനും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്രാവശ്യം കേരള ജ്യോതി ആർക്ക് കിട്ടി എന്നുള്ളത് ചോദിക്കാം, അല്ലെങ്കിൽ കേരളശ്രീ ആർക്ക് ലഭിച്ചു എന്നുള്ളത് ചോദിക്കാം, കേരള പ്രഭ ആർക്ക് കിട്ടി എന്നുള്ളത് ചോദിക്കാം. അത് ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചിട്ട് നോക്കുക, അതൊന്ന് പഠിച്ചു വെക്കുക. അപ്പം കൾച്ചറിൽ നന്നായി തന്നെ ആ കാര്യങ്ങൾ നോക്കിപ്പോണം. പിന്നെ കൾച്ചറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതാ, സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇത് നിങ്ങൾ കേരള ഹിസ്റ്ററിയിൽ പഠിച്ച ആ വ്യക്തികൾ തന്നെയായിരിക്കും. അതൊന്ന് ജസ്റ്റ് റിലേറ്റ് ചെയ്യുക. അതും ഒത്തിരി ആഴത്തിൽ കൾച്ചറിൻ്റെ ഭാഗത്ത് ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ കേരള ഹിസ്റ്ററിയിൽ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൾച്ചറിൽ ഇപ്പോൾ ഒരു മാർക്കും കൂടെ എക്സ്ട്രാ ചോദിക്കുകയാണെങ്കിൽ അത് മിക്കവാറും നായകരിൽ നിന്നാവും. അപ്പോൾ ആ ഭാഗം നമുക്ക് കിട്ടും. അപ്പോൾ കേരള ഹിസ്റ്ററി നന്നായി തന്നെ പഠിച്ചു വെക്കുക. അവിടുത്തെ ആ ഒരു നവോത്ഥാന നായകർ അല്ലെങ്കിൽ അവിടെ പറയുന്ന വ്യക്തികൾ കൾച്ചറിലും ചോദിച്ചു കാണുന്നുണ്ട്. അപ്പോൾ ആ മാർക്ക് നിങ്ങൾക്ക് കേരള ഹിസ്റ്ററി അറിയാമെങ്കിൽ കിട്ടുക തന്നെ ചെയ്യും. കൂടാതെ എന്തൊക്കെ നോക്കണം? ആഘോഷങ്ങൾ നോക്കണം, ബോട്ട് റേസസ് നോക്കണം, അവാർഡുകളും ഒന്ന് നോക്കി പോവാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചത് റിവൈസ് ചെയ്ത് തന്നെ പോവുക. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഇത്രയും കാര്യങ്ങൾ, ആർട്സ് പറഞ്ഞു, സ്പോർട്സ് പറഞ്ഞു, ലിറ്ററേച്ചർ പറഞ്ഞു, കൾച്ചർ പറഞ്ഞു, ഇത്രയും കാര്യങ്ങളൊന്ന് ഓടിച്ചു നോക്കുക. മാർക്ക് കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ കിട്ടത്തില്ല എന്ന് വിചാരിച്ച് പോകരുത്, നിങ്ങൾക്ക് പറ്റും. അപ്പം നന്നായി തന്നെ ഇത്രയും കാര്യങ്ങളൊന്ന് ഓടിച്ചു നോക്കി പോവുക. ആ ഒരു 10 മാർക്കിൽ മാക്സിമം മാർക്ക് ഫെച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോവുക. 10 മാർക്കിലെ ഓരോ മാർക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലേ? അപ്പോൾ ആ ഓരോ മാർക്കും കിട്ടണം എന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സും കൂടി നോക്കി പോകണം. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഡെയിലി നമ്മൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെയിലി പോളുകളൊക്കെ ഇടുന്നുണ്ട്. അതിൽ സ്പോർട്സും ആർട്സും എല്ലാം കവറാണ്. അപ്പോൾ നിങ്ങൾ KS മെൻറ്ററും ഇത് കൂടാതെ PSC മെൻറ്റർ എന്ന് പറയുന്ന ഒരു ചാനലുമുണ്ട്. ഈ 2 ചാനലിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇത് കൂടാതെ ഇനി നമ്മൾ അടുത്ത മാസങ്ങളിൽ തന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ KS മെൻറ്ററിൽ വരണം, KS മെൻറ്ററിൽ ജോയിൻ ചെയ്യണം എന്ന് താല്പര്യമുള്ളവർ നമ്മുടെ ടീമിനെ എന്തായാലും വിളിക്കുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു സ്ട്രാറ്റജി സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും വീഡിയോ വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ വി മീറ്റ്. ബൈ.